ഹലോ വെൽക്കം ടു അവർ ചാനൽ ദി വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. റീഡിങ്സ് ജനറലാണ് കേട്ടോ, ജനറൽ റീഡിങ്സ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, സെപ്പറേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. എപ്പോഴും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടാവും. കാരണം ആ ഒരു എല്ലാ എനർജീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് DM ചെയ്യുക, കോൾ ചെയ്യരുത്. ബിക്കോസ് നമ്മൾ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, കുറേ കോൾസുകൾ വരാറുണ്ട്, അതിനുള്ള ടൈം നമുക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ജനറൽലെസ് റീഡിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് നിങ്ങൾ എന്താ മെയിലിന് വേണ്ടിയിട്ട് മാത്രമാണോ റീഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഫേവർ ആയിട്ടുള്ള രീതിക്കാണ്, എനിക്ക് കുറച്ചുകൂടെ ഓക്കെ ആണ്, എനിക്കതിൽ ആ സിറ്റുവേഷൻസിനെ കംഫർട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു എനർജിയിൽ പറയുന്നത്. കാർഡ്സിൽ വരുന്ന എനർജീസിലൊന്നും മെയിലൊന്നും ഫീമെയിലൊന്നും ഇല്ല കേട്ടോ. എനർജി മാത്രമാണ് നമ്മൾ പറയുന്നുള്ളത്. എനർജീസ് മാത്രമാണ്, അതിൽ മെയിലോ ഫീമെയിലോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ കറന്റ് ഫീലിംഗ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ്. King of Wands, Six of Swords in energies ആണ്, King of Wands in energies ആണ്. Then വന്നിട്ടുള്ളത് Five of Wands. Five of Pentacle, Ace of Cups, the Tower, the Hanged Man, Ace of Cups. Give me one card. Give me one card. Give me only one card. Ten of Cups. Bottom of the deck, Emperor. Okay. എല്ലാവർക്കും കാർഡ്സൊക്കെ കാണാമായിരിക്കുമല്ലോ ഇപ്പോൾ ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്കിവിടെ എനർജീസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് പറയാം. സയൻസിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഫയർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. ദെൻ എയർ സൈൻ ആക്റ്റീവ് ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് ആക്റ്റീവ് ആണ്. വാട്ടർ സൈൻ ജെമിനി, ലിബ്ര, അക്വേരിയസ് വാട്ടർ സൈൻ. എഗെയിൻ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ. കുറച്ച് റെയർ ആയിട്ടുള്ള കേസസ് മാത്രമാണ് അടുത്തത്. വളരെ ലിറ്റിൽ ബിറ്റ് മാത്രമേ എർത്ത് സൈൻ ഉള്ളൂ. പക്ഷേ എർത്ത് സൈൻ സയൻസ് മാറ്റർ അല്ല, നിങ്ങൾക്ക് എനർജീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 6 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 5 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 10 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 22 ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ 22 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 16 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് 5 എനർജീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ 5 മീൻസ് ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നുള്ളത്, ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസിനെയൊക്കെ കാണിക്കുന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ കണക്ഷനിൽ ഒരു സെപ്പറേഷൻ ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നുള്ളത്. കാരണം നിങ്ങളിവരെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്, അതിനൊരു സംശയവും ഇല്ല. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു കണക്ഷൻ്റെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട് ടോട്ടലി. ഇപ്പം എത്രയും തീർത്ത ഒരു സിറ്റുവേഷൻസിൽ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ള രീതിക്കുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നുള്ളത്. എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളിവിടുന്ന് ഈ ഒരു പേഴ്സൺ ഇവിടുന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ
ഞാനും ഇതിൽ നിന്ന് മൂവ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. ബട്ട് എന്നാൽ പോലും നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾ സ്റ്റക്കാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, വെയിറ്റിങ്ങിൻ്റെ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഈഗോയിലിരിക്കുകയാണ്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസാണ്. വളരെയധികം എന്താ പറയുക, നിങ്ങളോട് ഇവർ വ്യക്തി ഇമോഷണൽ അറ്റാച്ച്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അറ്റ് ദ സെയിം ടൈം ആൾ ഇപ്പോൾ ഭയങ്കരമായിട്ടും കരിയറിൽ ഫോക്കസ് ചെയ്യാണ്, അവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാണ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്. പക്ഷെ മൈൻഡിൽ ഒത്തിരിയധികം പ്രോബ്ലംസ് ഉണ്ട്. ലൈക്ക് ഒത്തിരിയധികം തോട്ട്സുകൾ അയാളുടെ മൈൻഡിലുണ്ട്, ഒത്തിരിയധികം ഈഗോ ക്ലാഷസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ ക്ലാഷസ് ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. ഓക്കെ, കോൺഫ്ലിക്റ്റിൻ്റെ എനർജീസ്. ജസ്റ്റ് റീസെൻ്റ്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം എന്താണ് സംഭവം, നിങ്ങളിവിടെ വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്ത സമയത്ത് ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജസ്. മേ ബി എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് പേരുടെയൊക്കെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടെന്ന് തോന്നുന്നു. ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ളതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിലും റീഡിങ് എടുത്ത ടൈമിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സെക്ഷുവലി ഇവർ ഒത്തിരിയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്, സെക്ഷൽ അട്രാക്ഷൻ ഇവർക്കുണ്ട്. പക്ഷേ ഇവരെ എല്ലാം തന്നെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബാലൻസ് ചെയ്യുക, ഇവരുടെ ഉള്ളിലുള്ള ഒരു പാഷനെ ബാലൻസ് ചെയ്യുന്ന ഒരു എനർജീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇവിടെ റെഡ് മീൻസ് പാഷൻ്റെ എനർജീസാണ് റെഡ് കളർ പറയുന്നുള്ളത്. സോ എഗെയിൻ ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ കണക്ഷനിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ട്. ബട്ട് ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ടാവും. ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർഡ്സിനെ ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കറന്റ് ഫീലിംഗ്സ് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. വൈ ഹിയർ ഈസ് 6 ഓഫ് സോർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ്സിൽ എന്തുകൊണ്ടാണ് 6 ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത്? വൈ ഹിയർ ഈസ് 6 ഓഫ് സോർഡ്സ്. Why here is 6 of swords divine? Why here is 6 of swords divine? Why here is 6 of swords divine? See, ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു സക്സസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ലൈക്ക് ട്രാൻസിഷൻ വേണം, ഒരു ചേഞ്ചസ് വേണം. എന്തുകൊണ്ടാണ്? ഈ ഒരു വ്യക്തി നിങ്ങളിൽ ഒരു ഫാമിലി കാണുന്നുണ്ട്, നിങ്ങളെ മാരി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് കുട്ടികളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ഫാമിലി ലൈഫ്, ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു എനർജിയിലേക്ക് വരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താണ്, ജസ്റ്റ് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് കാര്യത്തിനും അതൊരു റിയാലിറ്റി, ഡ്രീം എന്നുള്ളതിന് നിന്ന് റിയാലിറ്റി എന്നുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നുള്ളത്, അല്ല റിയാലിറ്റിയിലേക്ക് ആവുന്നുള്ളത്. സോ ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. സ്നേഹം ഉണ്ടായിട്ട് പോലും ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ലോജിക്കാണ് ഇമോഷൻസിനെ കഴിഞ്ഞും ചൂസ് ചെയ്യുന്നുള്ളത്, മൈൻഡിനെയാണ് ഹേർട്ടിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നുള്ളത്. ലൈക്ക് അപ്പം അത്രയ്ക്കും ഡിഫറൻസസ് വരുന്നുണ്ടാവും. അപ്പം നമുക്കൊരു കണക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ മൈൻഡ് വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് ഒരിക്കലും റിലേഷൻഷിപ്സ് വർക്കൗട്ട് ആവത്തില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിലും മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നുള്ളത്, ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നുള്ളത്. ഇവരുടെ ഡിസയർ എന്താണെന്നോ, ഇവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നോ, എത്രമാത്രം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണെന്നോ, എത്രമാത്രം ഇമോഷൻസ് നിങ്ങളോടുണ്ടെന്നോ ഇവർ നിങ്ങളോട് ഷോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. മൈൻഡ് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും മൈൻഡ്, ഒന്നാമത്തെ കാര്യം ഈഗോ ക്ലാഷസ് ആണ്, നല്ല രീതിക്ക് ഈഗോ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇയാളുടെ മൈൻഡിൽ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് തോട്ട്സുകൾ വന്നു പോയി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒരു തോട്ട്സ് വന്നു, അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നെക്സ്റ്റ് വേറൊരു തോട്ട്സ് വരുന്നു. അങ്ങനെ ഈ ഒരു വ്യക്തി ഇവരുടെ തോട്ട്സ് ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയില്ലേ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. Why here is King of Wands divine? Why here is King of Wands?
റിസെപ്റ്റിവിറ്റി. ഈ റിസെപ്റ്റിവിറ്റിയുടെ എനർജീസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കിങ് ഓഫ് വാൻസ്. കിങ് ഓഫ് വാൻസ് എന്താണ്? കിങ് ഓഫ് വാൻസ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലൈക്ക് എംപറർ. എംപറർ ബോട്ടംസിൽ വന്നിട്ടുണ്ട്, പിന്നെ കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. സോ ഇവരുടെ കരിയറിൽ എന്തോ എന്തോ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയില്ല ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. എന്തോ ഒരു കാര്യം ഇയാൾക്ക് ഇയാളുടെ ലൈഫിൽ വേണം, അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു വ്യക്തി കൊടുക്കുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവാം. പാർട്ടീസ് ഇവർ എന്താ 2 സെക്ഷനായിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. പിന്നെ ഈ ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം, അതിലും ഓൾറെഡി ബെറ്റർ ആയിട്ടൊന്നും അല്ല നടക്കുന്നുള്ളത്, ഫ്രസ്ട്രേറ്റഡ് ആണ്. സോ അങ്ങനെ ഇരിക്കെ അവിടെയും ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. മൊത്തത്തിലൊരു എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ, മൊത്തത്തിൽ അങ്ങ് ഒന്നും ഓക്കെ അല്ല എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വട്ടുപിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണെന്ന് പറയില്ല. ഈ ഒരു അവസ്ഥയല്ല ഈ ഒരു വ്യക്തി ഉള്ളത്. പക്ഷെ എത്രയൊക്കെ ഇതാണെങ്കിലും ആൾക്ക് ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ അതെന്താ മറ്റുള്ളവരോട് ദേഷ്യമായിട്ടും വഴക്കായിട്ടും ഫ്രസ്ട്രേഷനായിട്ടും ഒക്കെ വെളിയിൽ വരുന്നുണ്ട് ആ ഒരു ഇമോഷൻസ്. ഈ ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ why here is 5 of wands divine. ഇവർ ഈ ഒരു കണക്ഷനിൽ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർമണി മീൻസ് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 10 കംപ്ലീഷൻ. സംതിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, പക്ഷെ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു മെയിൻ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ പറയാതെ ഈ ഒരു കണക്ഷനിൽ കെയർ ഫ്രീ ആയിട്ട് നിങ്ങളൊരു റീയൂണിയൻ ചെയ്യണം, അല്ല കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഒരു പുതിയ റീസ്റ്റാർട്ട് ഒരു റീബർത്ത് ചെയ്യണം ഈ ഒരു കണക്ഷൻ എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഓൾറെഡി നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു വ്യക്തി വരുമ്പോൾ ഈ ഒരു വ്യക്തി കെയർ ഫ്രീ ആയിട്ട് വരുമ്പോൾ, ഒരു ഫുള്ളിൻ്റെ എനർജിയിൽ വരുമ്പോൾ നിങ്ങളൊന്നും ചോദിക്കാതെ ഈ ഒരു കണക്ഷനിൽ വീണ്ടും ഇവർക്ക് വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. ആ സെയിം ഇമോഷൻസ് ഫീലിങ്സ് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും നിൽക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. അതായത് ഈ ഒരു വ്യക്തി എല്ലാം മറന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളിലും പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം, നിങ്ങളും ചേഞ്ച് ആവണം. എങ്ങനെ ഈ ഒരു വ്യക്തി പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നു, അതുപോലെ നിങ്ങളും പഴയ കാര്യങ്ങൾ പിടിച്ചു നിൽക്കാതെ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ചേഞ്ച് ആവണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, പക്ഷേ ചില സമയത്ത് അതങ്ങനെ നിങ്ങളെക്കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. കാരണം ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കെയർ ഫ്രീ ആയിട്ടാ വരുന്നിടത്ത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു കണക്ഷനിൽ നിങ്ങളൊരു ഫുള്ളിൻ്റെ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എവിടം വരെ പോകുന്നു അവിടം വരെ പോകാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരെന്ത് ചെയ്താലും അത് ചോദിക്കാൻ പാടില്ല, ഇവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കണം. ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ എന്തിനാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, നീ എന്തിനാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് നിങ്ങൾ വിടണം. ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല, അതിനൊന്നും ഇടപെടാൻ പാടില്ല. ഇവരെ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അധികം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കെയറും ഒക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്നിനും ചോദ്യം ചെയ്യാൻ പാടില്ല. എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ അണ്ടറിൽ നമ്മൾ പറയത്തില്ലേ ഡോമിനൻ്റ് ആയിട്ട് ഡോമിനൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക. ഓക്കെ, കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും പറയാതെ ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടൊന്നും പ്രതികരിക്കാതെ നിങ്ങൾ ഇവരുടെ കൺട്രോളിൽ നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ 10 ഓഫ് കപ്സ് ആണ്. ഇനി അങ്ങനല്ല, നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുന്നു, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സീരിയസ് ആകാൻ പറയുന്നു, മാരേജ് ചോദിക്കുന്നു, അങ്ങനെയുള്ള ഒരു എനർജിയിലൊക്കെ സ്നേഹം ചോദിക്കുന്നു, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചോദിക്കുന്നു. അങ്ങനെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് ആയിരിക്കും, അല്ലെ ഒരു 5 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജിയിൽ സ്റ്റെപ്പ് ബാക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഐ ഹിയർ ഈസ് 5 ഓഫ് പെന്റിക്കിൾ ഡിവൈൻ. ബ്രേക്ക് ത്രൂ. സോ ഇവിടെ ബ്രേക്ക് ത്രൂ എനർജീസ് വന്നിട്ടുണ്ട്, വിത്ത് റേറ്റ്നെസ്സിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്.
സോ അപ്പം ഈ ഒരു കാർഡ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ മീൻസ് എന്താണ്, ഇപ്പം ലൈക്ക് നമ്മൾ പറയത്തില്ലേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ടെന്ന് പറയില്ലേ എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ ഒരു കണക്ഷനിൽ പോകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ലൈക്ക് ഇവർ ഏത് ടൈമാണോ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു കണക്ഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് മൈൻഡ് ഉള്ള ആ ഒരു ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവർ പറയുകയാണ്, നിങ്ങൾ ഓൾറെഡി ഇവർ തന്നെ പല സമയം പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. വെറുതെ ഇങ്ങനെ കിടന്ന എന്താ നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ ചില്ലായിട്ടിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ സോ ഇവിടെ ലൈക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്ഷനിലാണെങ്കിലും മൂവ് ഓൺ എന്നുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇപ്പം ഈ ഒരു കണക്ഷനിലായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇവർക്കൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഇപ്പം ഇവിടെ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ളത്. മേ ബി നിങ്ങളും കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ ഇരിക്കുന്നുണ്ടാവാം അനങ്ങാതെ. സോ ഇവർ നിങ്ങളിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു അരെ ഈ ഒരു വ്യക്തി ഇങ്ങനെ എന്നോട് ചെയ്തോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു എനർജി. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കപ്സ് ഡിവൈൻ. ഇവർ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഈ ഒരു കണക്ഷൻ ഈ ബ്രേക്ക് ചെയ്ത് പോയാലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരെ എത്രമാത്രം നിങ്ങൾ ഇതിനു മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടോ അത്രമാത്രം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ എത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, അത്രമാത്രം നിങ്ങൾ ഇവരെ സ്നേഹിക്കണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. മനസ്സിലായോ? കാരണം ഇവർ എപ്പോൾ വന്നാലും നിങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കണം, സെയിം എനർജിയിൽ നിൽക്കണം, സെയിം കെയർ കാണിക്കണം, സെയിം ലവ് കാണിക്കണം. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്കിന് നിങ്ങൾ റെഡി ആയിരിക്കണം. അവരെപ്പോൾ വന്നും പോയി നിന്നാലും നിങ്ങൾ എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജി കാണിക്കുന്നുള്ളത്. ഇതാണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഒരു എനർജി. അല്ലെങ്കിൽ വളരെയധികം നമ്മൾ പറയത്തില്ലേ ഒരു കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു എനർജിയിൽ ഒരാളെ ട്രീറ്റ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു എനർജി ഫുൾ കണക്ഷൻ്റെ കൺട്രോളും ആൾക്ക് കയ്യിൽ വേണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ആൻഡ് വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കപ്സ് ഡിവൈൻ. സപ്രഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ടോട്ടലി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസാണ് കാണാൻ പറ്റുന്നുള്ളത്. ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഓവർഫ്ലോയിങ് ഓഫ് ലവിൻ്റെ എനർജീസ് ആണ്. നിങ്ങൾ ഒത്തിരി അധികം സ്നേഹം, പക്ഷേ ഇവർ ആ ഒരു ഇമോഷൻസിനെയും ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് റെഡിയല്ല എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്താലായിരിക്കുമല്ലോ, എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് കണക്ഷൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നുള്ളത്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് എപ്പോഴും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു എനർജി ഉണ്ടാവുകയല്ല. അപ്പം ആ ഒരു എനർജി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവരുടെ ഇമോഷൻസിനെ എന്ത് സംഭവിച്ചാലും എക്സ്പ്രസ് ചെയ്യാൻ റെഡിയല്ല. ഓക്കെ, ആ ഒരു എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ സീറോ ഹോപ്പാണ്, ഒന്നുമില്ല, മൊത്തത്തിലൊരു ശൂന്യത മാത്രമേ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടവർ മൂവ്മെന്റ് സംഭവിച്ചതിന് ശേഷം ഫീൽ ചെയ്യുന്നുള്ളത്. ഇനി ഇവിടെ ഒന്നുമില്ല, ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡായി എന്നുള്ള ഒരു എനർജിയിൽ അങ്ങനെ ഒരു നിഗമനത്തിലാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി എത്തിച്ചേർന്ന് നിൽക്കുന്നുള്ളത്. ഓക്കെ, വൈ ഹിയർ ഈസ് ഹാങ്ഡ് മാൻ ഡിവൈൻ. വൈ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ റിലേഷൻഷിപ്പിൽ ഹാങ്ഡ് ആണ്. സോ ഇവിടെ ഈ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോംപ്രമൈസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഫുൾ കാർഡ്സ് എപ്പോഴും ന്യൂ ബിഗിനിങ്സിനെ കാണിക്കുന്നത്. ഓക്കെ ഫൈൻ, എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലൊരു ആക്ഷൻ എടുക്കാൻ പോകാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഈ ഫുള്ളിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കണ്ടില്ലേ, ഫുള്ള് കെയർ ഫ്രീ ആണ്. അതൊരു താഴേക്ക് നടന്നു പോകുമ്പോൾ ഒരു വലിയ കൊക്കയാണ്, ഒരു കുഴിയാണ്, അതിൽ പോയാൽ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു എനർജി ഉണ്ട്. ബാക്കിൽ വാർണിങ്സ് ഉണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യാൻ പോലും ഫുള്ള് റെഡിയല്ല എന്നുള്ളതാണ്. ഈ ഒരു എനർജിയിൽ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ സ്റ്റെബിലിറ്റിയോ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല. ജസ്റ്റ് എന്ത് സംഭവിക്കുന്നോ അത് നടക്കട്ടെ. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരാൻ പോകുന്നു, ആ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു എനർജി. സോറി പറയുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ട് ആവും എന്നറിയാം, പക്ഷെ ആ ഒരു എനർജി ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നത്. അവിടെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾ സമ്മതിച്ചാൽ അവിടെ കോംപ്രമൈസ് നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇയാൾ തിരിച്ചു പോകുന്നുണ്ട്. കാരണം എന്തെങ്കിലും പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. വൈ ഹിയർ ഈസ് 10 of Cups divine. എക്സ്പീരിയൻസിങ് ഐ ഡോണ്ട് നോ. ഈ ഒരു എനർജി റിപ്പീറ്റിംഗ് എനർജീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
എക്സ്പീരിയൻസിങ്ങിൻ്റെ എനർജീസ്. കാരണം ഈ ഒരു പറഞ്ഞ സെയിം എനർജീസ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവർ ശരിക്കും ഡൗൺ ആണ് മീൻസ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഇവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആ ഒരു പെയിൻ ഈ ഒരു കണക്ഷനിൽ കെയർ ഫ്രീ ആയിട്ട് നേരത്തെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ്റെ സ്റ്റേജിൽ ഇവർക്ക് ഇൻറ്റൻസ് ആയിട്ട് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ഈ ഒരു വ്യക്തി എന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകാൻ പോവുകയാണ്, ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് മൊറാലിറ്റിയുടെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. മൊറാലിറ്റിയുടെ കാർഡ് എന്താണ് പറയുന്നത്? മൊറാലിറ്റിയുടെ കാർഡ് പറയുന്നത് ജസ്റ്റിസ് ആണ്. സോ ജസ്റ്റിസ് മീൻസ് ഇവിടുത്തെ ജസ്റ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡും ചിന്തിക്കും, നെഗറ്റീവായിട്ടുള്ള സൈഡും ചിന്തിക്കും. ഇൻ ഫ്യൂച്ചർ എനർജീസിൽ ഞാൻ ഈ ഒരു ലേഡി ആയിട്ടല്ല ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ആയി പോയി കഴിഞ്ഞാൽ അതിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്, ലൈക്ക് അല്ലെങ്കിൽ ഇയാളുടേതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വരുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് ഇവിടെ ഈ ഒരു പേഴ്സണിൻ്റെ ഫീൽ ചെയ്യുന്നത്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് ഇത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി എന്തായാലും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഇയാൾക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷന് ഒരു വാല്യൂ തരുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരുന്നുണ്ട്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ജസ്റ്റിസ് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരിക്കലും ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രേയേഴ്സിൻ്റെ കൂടുതൽ നിങ്ങൾ ഒത്തിരി പ്രേയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു യൂണിവേഴ്സിന് നിങ്ങളോട് ദയവ് തോന്നിയിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരികയാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരിക്കലും ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇവർ യാതൊരു തരത്തിലുള്ള ഈ എംപററിനെ കണ്ടില്ലേ? എംപറർ എങ്ങനെ ഇരിക്കുന്നത്? ലൈക്ക് ഈ ഒരു എനർജിയിലെ എംപറർ ഇരിക്കുന്നത് കണ്ടില്ലേ? എംപററിനെ ഇരിപ്പി തന്നെ വല്ലാത്തൊരു അഹങ്കാരമാണ്, ഞാനെന്ന ഭാവമാണ്. അവിടെ എനിക്കൊന്നുമില്ല, എൻ്റെ ഫീലിങ്സ് ഇമോഷൻസും എനിക്കൊന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ടും ലൈക്ക് ഭയങ്കര കാമാന്നുള്ളൊരു എന്തോ ഒരു ആ ഒരു എനർജിയില്ല, ഞാനെന്നുള്ളൊരു ഭാവത്തിലാണ് എംപറർ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു എംപറർ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു എംപറർ ആക്ഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എംപററിൻ്റെ എടുക്കുന്ന ഒരു ആക്ഷനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മേ ബി കുറച്ച് പേരൊക്കെ ഇവിടെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് വരുന്നുള്ളത്. ഓക്കെ, അതും നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് കുറച്ച് മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളിപ്പോൾ ഓക്കെ ആയി ഫൈൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ തന്നെ ഇരിക്കണം. നമ്മളെപ്പോഴും ആർക്ക് വേണ്ടിയിട്ട് ഒരു ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ലവ് കളയാൻ പാടില്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാൻ പാടില്ല. സെൽഫ് റെസ്പെക്റ്റ് നമ്മളുടെ ഫീലിങ്സിനെ കഴിഞ്ഞ് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒന്നാണ്. ലൈക്ക് അത് പോയി കഴിഞ്ഞ് നമുക്കെപ്പോഴും എന്താ ഒരു വ്യക്തിക്ക് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് നിന്നാൽ മാത്രമേ നമ്മൾ ഒരു വ്യക്തിക്ക് വാല്യൂ കൊടുക്കുന്നത്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് മൊത്തം നിങ്ങൾ കളഞ്ഞു കുളിച്ച് ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തന്നെ ഇത്. നമ്മളെപ്പോഴും ഒരു കണ്ടീഷനിങ്ങിൻ്റെ എനർജിയിൽ നിൽക്കണം. നമുക്ക് എക്സാക്ട് എന്താണോ വേണ്ടത് ആ ഒരു എനർജിയിൽ നിൽക്കണം. അല്ലാതെ എപ്പോഴും ബെഗ് ചെയ്ത് അങ്ങനെ നമ്മൾ ബെഗ് ചെയ്ത് വാങ്ങുന്നൊന്നും അധികം കാലം നിൽക്കുന്നുണ്ടാവില്ല. സോ കണ്ടീഷനിങ്ങിൽ നിൽക്കുക, സെൽഫ് ലവിൽ നിൽക്കില്ല. ഞാനും വേർത്തിയാണ്. സോ നിനക്ക് നിൻ്റേതായിട്ടുള്ള ഇമോഷൻസിനും ഫീലിങ്സിനും വാല്യൂ ഉണ്ട്, നിൻ്റേതായിട്ടുള്ള എനർജിക്ക് നീ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഈ ഒരു ചാനൽ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ടും സെൽഫ് ലവ് ചെയ്യണം കേട്ടോ. കാരണം സെൽഫ് ലവ് ഇതിൽ എപ്പോഴും വരുന്നത് സെൽഫ് ലവ് ചെയ്യുന്നവരുടെ റീഡിങ്സ് മാത്രമാണ്. ഇനി നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ സെൽഫ് ലവ് ചെയ്യുക, ടൈം വൈകിട്ടില്ല. ഓക്കെ, ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുക. ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച്ഡ് ആവുക. അവനവൻ്റെ കാര്യങ്ങളും നോക്കുക, അവനവൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ശരിയാണ്, നമ്മുടെ മൈൻഡിൽ തോട്ട്സ് വരും, നമ്മൾ മനുഷ്യരാണ്. എപ്പോഴും നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഇയാളെന്നെ പറ്റിച്ചിട്ട് പോയല്ലോ അങ്ങനെയുള്ള കുറേ തോട്ട്സുകളൊക്കെ വരും. ഓക്കെ ഫൈൻ, വന്നോട്ടെ. എത്രയൊക്കെ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും വീണ്ടും തിരിച്ച് ഈ ഒരു വ്യക്തി എന്നിലേക്ക് തന്നെ വരാനുള്ളതാണെന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക. എനിക്കുള്ള ജസ്റ്റിസ് യൂണിവേഴ്സ് എനിക്ക് തരും, അല്ലെങ്കിൽ എന്നോട് ചെയ്തതിന് ഉറപ്പായിട്ടും യൂണിവേഴ്സ് എനിക്കൊരു ജസ്റ്റിസ് തരും എന്നുള്ളൊരു എനർജിയിൽ ആ ഒരു ട്രസ്റ്റിൽ എപ്പോഴും നിൽക്കുക. ബിക്കോസ് കർമ്മ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, നമുക്കൊരാൾ കർമ്മ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുകയും ചെയ്യും, അറ്റ് ദ സെയിം ടൈമിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, വെറുതെ പറയല്ല. ശരിക്കും ഞാൻ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്.
ഇപ്പം കർമ്മ സ്പീഡിലാണ് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് മൂവ് ചെയ്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുമ്പോഴായിരിക്കും നമുക്കത് കാണാൻ പറ്റുന്നുള്ളത്, ആ ഒരു കർമ്മ കിട്ടുന്നുണ്ടാവുക. അതുവരെ നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ, നമ്മളും അതിൽ ഇൻക്ലൂഡാണ്. അപ്പം അവിടുത്തെ ആ ഒരു കർമ്മയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിക്ക്, അതുകൊണ്ട് യൂണിവേഴ്സ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന രീതിക്കൊന്നും ചെയ്യുകയില്ല. അപ്പം നിങ്ങളെപ്പോഴും ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കാൻ പഠിക്കുക. ഏത് ബന്ധമാണെങ്കിലും, ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, എപ്പോഴും ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കാൻ പറ്റുക. സോ ഡിറ്റാച്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഒരു കോ ഡിപ്പെൻഡൻസിൻ്റെ എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ടോട്ടലി മെൻ്റലി ഡൗൺ ആയി പോകും. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ആ ഒരു എനർജിയിൽ നിന്നിട്ടുണ്ട്, നിങ്ങൾ ഡൗൺ ആയി പോയിട്ടുണ്ട് ടോട്ടലി. ഒരു വിധത്തിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു കാർഡ്സൊക്കെ റീഡ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ കുറച്ച് സെൽഫ് ലവ് ചെയ്യാനും നിങ്ങൾ ഓക്കെ ആവാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സെൽഫ് ലവ് ചെയ്യണം, എല്ലാവരും ഇന്നർ വർക്ക് ചെയ്യണം, എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, കൂടുതലായിട്ട് സ്പിരിച്വൽ പാത്തിലേക്ക് പോകണം മസ്റ്റായിട്ടും. നമ്മൾ യൂണിവേഴ്സിന് ഹാപ്പി ആവുന്നല്ല, യൂണിവേഴ്സ് നമ്മളുടെ ഫേവറിൽ നിൽക്കുന്നതായിട്ടുള്ള നല്ല നല്ല പുണ്യകർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു മണിക്കൂർ ഇടപെട്ട് എല്ലാവരെയും ബ്ലെസ് ചെയ്യുക, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ളൊരു എനർജി നമ്മളെപ്പോഴും പൂർണ്ണമായിട്ടും നല്ലൊരു ദൈവിക ചൈതന്യം നമ്മളിലുണ്ട്. അപ്പോൾ ആ ഒരു ദൈവിക ചൈതന്യത്തിനെ ഉണർത്തുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, യെസ് ഞാൻ നേരത്തെ ആ ഒരു വ്യക്തിയല്ല, ഇപ്പോൾ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.